മക്കളെ, ചാന്ദ്രദിനം ജൂലൈ 21 നിങ്ങൾക്കറിയായിരിക്കും. ഈ ചാന്ദ്രദിനത്തിന് നമ്മളെ സ്കൂളുകളെല്ലാവരും ക്വിസ് നടത്തുന്നതായിരിക്കും. അപ്പോൾ ക്വിസിന് വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല, ഒന്നിലധികം ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഈ വീഡിയോയിൽ പ്രിഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ, നിങ്ങൾക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ക്വസ്റ്റ്യൻ ആണ് ഇത്. ബഹിരാകാശത്തെത്തിയ ആദ്യ മലയാളി ആരാ എന്ന് ചോദിക്കും. യെസ്, ആൻസർ ഇതാണ്, ഡോക്ടർ അനിൽ മേനോൻ. ഓക്കെ, ഡോക്ടർ അനിൽ മേനോൻ. അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾ അറിയേണ്ട കാര്യം, അതായത് എന്തുകൊണ്ടാണ് മലയാളി അല്ലേ, അതായത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ പാലക്കാട് ഒറ്റപ്പാലത്തുള്ളതായിരുന്നു കേട്ടോ. അപ്പം പാലക്കാട് ഒറ്റപ്പാലത്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വീട്. അപ്പം അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ എന്തായത് മലയാളി എന്ന് വിശേഷിക്കപ്പെട്ടത്. ഇദ്ദേഹം അമേരിക്കയിൽ ജനിച്ചു, അമേരിക്കയിൽ പഠിച്ച ആൾക്കാരാണ്, ജനിച്ച് വളർന്നത് അമേരിക്കയിൽ തന്നെയാണ്. എന്നാലും പാലക്കാടായിരുന്നു അച്ഛൻ്റെ സ്വദേശം, അതുകൊണ്ടാണ് മലയാളി എന്ന് വിളിക്കപ്പെടാൻ കാരണം. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, അമേരിക്കയിലെ മിനിയാപോളിസിലാണ് അനിലിൻ്റെ ജനനം. അച്ഛൻ ശങ്കര മേനോൻ, പാലക്കാട് ഒറ്റപ്പാലം സ്വദേശി. യുക്രൈൻകാരി എലിസബത്ത് ആയിരുന്നു അമ്മ. ഓക്കെ, അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടത്, ഈ ഒരു ചാന്ദ്ര ദൗത്യത്തിൽ ആരൊക്കെയാണ് ബഹിരാകാശത്തേക്ക് പോയത്? രണ്ട് കൂട്ടുകാർ, രണ്ട് ഫ്രണ്ട്സ് ആയിരുന്നു ഉണ്ടായത്. ആരൊക്കെയാണ്? യെസ്, അതായത് പ്രോത്രിഡ് ദ്രുബ്രോവ് എന്നവരും, ഇതാണ് കേട്ടോ ആള്, ഇതാണ് അയാള്. യെസ്, പ്രോത്രിഡ് ദ്രുബ്രോവും അതുപോലെ തന്നെ അന്ന കിക്കിനെയാണ് നമ്മൾ ബഹിരാകാശത്ത് ഡോക്ടർ അനിലിൻ്റെ കൂടെ പോയത്. ഈ രണ്ടാൾക്കാരുടെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രയാണിത് കേട്ടോ. നമ്മൾ ഡോക്ടർ അനിലിൻ്റെ കാര്യമാണെങ്കിൽ ഒന്നാമത്തെയാണ്. ഈ പ്രോത്രിഡ് ദ്രുബ്രോവും അതുപോലെ തന്നെ അന്ന കിക്കിനെയുടെയും രണ്ടാമത്തെ ബഹിരാകാശ യാത്രയാണ്. ഓക്കെ, അപ്പം ഈ ഒരു ദൗത്യത്തിൻ്റെ ഈ ഒരു മിഷൻ കമാൻഡർ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ആരാണ്? പ്രോത്രിഡ് ദ്രുബ്രോവ് ആണ്. പ്രോത്രിഡ് ദ്രുബ്രോവ് ആണ് മിഷൻ കമാൻഡർ. ഓക്കെ, പിന്നെ നിങ്ങൾ അറിയേണ്ടത്, അതായത് പേടകത്തെ പറ്റിയാണ്. കസാഖിസ്ഥാനിലെ ബൈക്കന്നൂരിലുള്ള റഷ്യൻ ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച രാത്രി 8:17 അനിലും സംഘവും റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസിന്റെ സോയൂസ് MS-29, അതാണ് പേടകത്തിന്റെ പേര് കേട്ടോ. സോയൂസ് MS-29, റോസ്കോസ്മോസിന്റെ സോയൂസ് MS-29 എന്ന പേടകത്തിലാണ് അന്താരാഷ്ട്ര നിലയത്തിലേക്ക് എത്തിയത്. പേടകം പഠിക്കണം. അതുപോലെ തന്നെ എന്തിനാണ് ഇവർ അവിടെ പോയത്, എന്താണ് ഇവരെ ചാന്ദ്ര ദൗത്യം എന്ന് ചോദിക്കും. അതായത് കുറേ കാലം ചന്ദ്രനിൽ പോയി കഴിഞ്ഞാൽ, കുറേ കാലം ബഹിരാകാശത്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യ ശരീരത്തിന് എന്ത് സംഭവിക്കും എന്ന് പഠിക്കാനാണ് ഇവർ പോയിട്ടുള്ളത്. അതായത് പഠനം, ദീർഘകാല ബഹിരാകാശ യാത്ര മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ശാരീരിക മാറ്റങ്ങൾ സംബന്ധിച്ച ഗവേഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ പോയിട്ടുള്ളത്. അടുത്തതോ, എക്സ്പെഡിഷൻ 74/75 ദൗത്യത്തിന്റെ ഭാഗമായുള്ള ഗവേഷണങ്ങൾക്കായി 8 മാസം ISS-ൽ ചെലവിട്ട ശേഷം 2027 ഏപ്രിലാണ് സംഘം ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്നത്. മറക്കണ്ട, 8 മാസം കഴിഞ്ഞിട്ട്, അതായത് 2027 ഏപ്രിലോടെയാണ് ഏകദേശം അവർ ഭൂമിയിലേക്ക് തിരിച്ചെത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. നമ്മൾ ആകെ പറഞ്ഞിട്ടുള്ളത് ഇത്രയാണ്. അതായത് ആരാണ് ബഹിരാകാശത്തെത്തിയ ആദ്യ മലയാളി ഡോക്ടർ അനിൽ മേനോനാണ്. അദ്ദേഹത്തിൻ്റെ നാടെവിടെയ അമേരിക്കയിലാണ്. എന്നാലും അച്ഛൻ ശങ്കര മേനോൻ പാലക്കാട് ഒറ്റപ്പാലംകാരനായിരുന്നു. അതുകൊണ്ടാണ് മലയാളി എന്ന വിശേഷണം ഇദ്ദേഹത്തിന് കിട്ടിയത്. അതുപോലെ തന്നെ ആരൊക്കെയായിരുന്നു കൂട്ടത്തിൽ പോയത്? ആരൊക്കെയായിരുന്നു? പ്രോത്രിഡ് ദ്രുബ്രോവും അതുപോലെ തന്നെ അന്ന കിക്കിനെയും. ഇവർ രണ്ടുപേരുടെയും രണ്ടാമത്തെ യാത്രയാണിത്. അതുപോലെ തന്നെ ആരായിരുന്നു ഈ മിഷൻ കമാൻഡർ? ഈ ഒരു ദൗത്യത്തിന്റെ മിഷൻ കമാൻഡർ ആരായിരുന്നു? പ്രോത്രിഡ് ദ്രുബ്രോവ് ആണ് കേട്ടോ. പ്രോത്രിഡ് ദ്രുബ്രോവ് ആണ് മിഷൻ കമാൻഡർ. അതുപോലെ തന്നെ ഏതായിരുന്നു പേടകം? അതായത് റോസ്കോസ്മോസിന്റെ സോയൂസ് MS-29 ആയിരുന്നു പേടകം. പിന്നെ എന്തായിരുന്നു ദൗത്യം? അതായത് ദീർഘകാലം ബഹിരാകാശ യാത്ര മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ശാരീരിക മാറ്റങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുള്ളത് അല്ലേ. അതുപോലെ തന്നെ 8 മാസം കഴിഞ്ഞാൽ ഏപ്രിൽ, അതായത് 2027 ഏപ്രിലാണ് അവർ ഭൂമിയിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളതാണ് പഠനം. ഓക്കെ, അപ്പോൾ
ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചോളുക. അതുപോലെ തന്നെ കൂടുതൽ നമ്മൾ ഈ ഒരു ഇമ്പോർട്ടൻസ് ഓഫ് ദി ഡേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾക്കറിയാം നമ്മൾ വെറും ടെക്സ്റ്റ് പഠിച്ചാൽ മാത്രം നമുക്ക് എന്താവില്ല, നമുക്ക് എയിമിലേക്ക് നമുക്ക് എത്തില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ എന്താണ് കർഷകനാണോ, ഫാഷൻ ഡിസൈനിങ് ആണോ, അങ്ങനെ കുറേ എന്തുണ്ടാകും, കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം ഏതൊരു ജോലിക്കും നിങ്ങൾക്കറിയാം എന്തായിരിക്കും, നല്ല നല്ല ഏതൊരു ജോലിക്കും നമുക്ക് എന്ത് വേണം, നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഫേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് സ്കൂളുകളിൽ ഇതുപോലെ ഓരോ ക്വിസുകൾ നടത്തുന്നത്. നിങ്ങൾ എന്തായാലും പങ്കെടുക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മക്കളെ, നമ്മൾ ടെക്സ്റ്റ് പഠിച്ചു, ഓണം എക്സാം പഠിച്ചു, ക്രിസ്മസ് എക്സാം പഠിച്ചു, ഇത് മാത്രമല്ല നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾ സ്കൂളുകളിലുള്ള ക്വിസുകളിൽ പങ്കെടുക്കണം, സ്പീച്ചിൽ പങ്കെടുക്കണം, കായിക മേളയിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പങ്കെടുക്കണം. അപ്പം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് ട്യൂഷൻ പ്ലസ് ഇതുപോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ എഡ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ച്. ഇപ്പം ഓണം എക്സാം സ്പെഷ്യൽ സൂപ്പർ ബാച്ച് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ജോയിൻ ചെയ്യാൻ ജൂലൈ 31 വരെ എന്തുണ്ട്, ടൈം ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജൂലൈ പകുതി, അതായത് ജൂലൈ ഹാഫോട് കൂടിയിട്ട് ഓണം എക്സാമിൻ്റെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് റിവിഷൻ ലൈവുകളും തന്ന് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ്, അതായത് ഫാക്കൽറ്റീസിനോട് ഡയറക്റ്റ് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൽ തന്നെ AI ഉണ്ട്. നിങ്ങൾക്ക് പേഴ്സണൽ മെൻറ്റർഷിപ്പ് ഉണ്ട്. ഒരു കുട്ടിക്ക് ഒരു മെൻറ്റർ എന്ന രീതിയിലായിരിക്കും എഡ്യൂപോർട്ട് നിങ്ങൾക്ക് നൽകുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഒരു ലൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ചാപ്റ്ററിൻ്റെ ലൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്, 2 ടൈപ്പ് എക്സാം ഉണ്ട്. MCQ ടൈപ്പും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പും എക്സാം ഉണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സും മാർക്കും ഒക്കെ അറിയാനും വേണ്ടി പറ്റും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓണം മോഡൽ എക്സാം ഉണ്ടാകും, ക്രിസ്മസിന് മോഡൽ എക്സാം ഉണ്ടാകും, ആനുവൽ മോഡൽ എക്സാം ഉണ്ടാകും. ഓക്കെ, ക്ലാസ് 4ലും 7ലും പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ LSS USS എഴുതണം. നിങ്ങൾക്കറിയാം കട്ട് ഓഫ് മാർക്ക് ഉണ്ട്. ഇതിനുള്ള കോച്ചിങ്ങും നമ്മളെ സൂപ്പർ ബാച്ചിൽ വന്നു കഴിഞ്ഞാൽ തികച്ചും ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, മിസ് ഇതിന് ഇത്രയും കാര്യങ്ങൾക്കൊക്കെ എത്ര ഫീസ്, കുറേ ഫീസ് ആവുമോ? കുറേ ഫീസൊന്നും ആവില്ല. ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 2599, അതായത് 2599 രൂപക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കിട്ടും. നോക്കിക്കോ, 2599. ഇനി ഈ ഒരു കോഴ്സിലേക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം എന്ന് ചോദിക്കുന്നവരോട് ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ കമൻറ്റ് ബോക്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പം തന്നെ കമൻറ്റ് ബോക്സ് ക്ലിക്ക് ചെയ്യുക. ഓണം എക്സാം സൂപ്പർ ബാച്ച് എന്നുള്ള ഒരു ലിങ്ക് കാണുന്നുണ്ടാകും, അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ പേരും നിങ്ങളെ ക്ലാസ്സും നിങ്ങളെ മീഡിയം സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്താൽ മതി. ഞങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ കണക്ട് ചെയ്തോളും. അപ്പം മക്കൾ മറക്കേണ്ട ഒരു കാര്യം കൂടി പറയട്ടെ, A+ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യണം. മിസ് നിർബന്ധം തന്നെ പറയുന്നത് തികച്ചും ഇത് ഫ്രീ ആയതുകൊണ്ടാണ്. അപ്പം A+ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ഒന്നും പഠിക്കാത്ത ആൾക്കാർക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങളെ നോട്ട് കൊണ്ട് മാത്രം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നോട്ട്സും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എക്സാം പ്രഡിക്ഷൻസും ഒക്കെ ഇവിടെ വരും. ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. നിങ്ങൾ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ആ ഒരു കമൻറ്റ് ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് A+ ഗ്രൂപ്പ് എന്നുള്ളൊരു ലിങ്ക് കാണാൻ പറ്റും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഇപ്പം ജോയിൻ ചെയ്തവരാണെങ്കിൽ, മിസ് പറഞ്ഞു കേട്ട് നിങ്ങൾ ജോയിൻ ചെയ്തവരാണെങ്കിൽ ജസ്റ്റ് ഈ കമൻറ്റ് ബോക്സിൽ ഇപ്പം തന്നെ ജോയിൻഡ് എന്ന് എഴുതിയിട്ട് നിങ്ങളെ പേരും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്മൈലും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയണ്ടേ, എഡ്യൂപോർട്ടിൻ്റെ ആപ്പിൽ എല്ലാ ക്ലാസ്സിലും എല്ലാ സബ്ജക്റ്റിനും ഫസ്റ്റ് ചാപ്റ്റർ ഇപ്പം തികച്ചും ഫ്രീ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി നിങ്ങൾ വേഗം തന്നെ എഡ്യൂപോർട്ടിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, ഫസ്റ്റ് ചാപ്റ്റർ കാണുക കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, A+ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻഡ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പേരും കമൻറ്റ് ചെയ്യണം, ഒരു സ്മൈലി മിസ്സിന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ആയിട്ട് മിസ് വരുന്നതായിരിക്കും. നമ്മുടെ ആപ്പിലൊക്കെ ഇമ്പോർട്ടൻസ് ഓഫ് ദി ഡേ, അതായത് നമ്മുടെ വീഡിയോ ആയിട്ടും ക്വിസുമായിട്ടും ഒക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. ജൂലൈ 21 എന്നുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ ക്വിസ് സ്കൂളിൽ നടന്നിരിക്കും. അതിൽ ഫസ്റ്റ് നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് യൂട്യൂബും അതിലുപരി എന്തായിരിക്കും, ആപ്പും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.